ഇത് കണ്ടോ? ഓ, ഈ മുട്ടനെ കൊണ്ട് ഞാനൊന്നും പറയാൻ പാടില്ല കേട്ടോ. പുതിയ ഹൈക്കോടതി വിധി കണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞു, പക്ഷെ അതെന്താ ഫുൾ ഡീറ്റെയിൽസ്? ഇനിയിപ്പോ ഉള്ള പുതിയ ജഡ്ജ്മെന്റ് അനുസരിച്ച് കറുത്തതോ വെളുത്തതോ പൊക്കം കൂടിയത് പൊക്കം കുറഞ്ഞത് ഒരു രീതിയിലുള്ള ബോഡി ഷേമിങ് പാടില്ലെന്ന് പറഞ്ഞു. നീ കേട്ടായിരുന്നോ? ഞാൻ കേട്ടാണ് സംഭവം. പക്ഷെ അത് കുറെ മുമ്പ് തന്നെ വന്ന വിധി എന്നല്ല, അങ്ങനെ ഒരു നിയമമുണ്ട്, ഒരു ക്ലോസ് ഉണ്ട് അങ്ങനെ. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ഇപ്പൊ പൊങ്ങി വന്നേക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ഇടയിൽ കഴിഞ്ഞ ദിവസം മനസ്സിലായി, ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തതിന്റെ പേരില്ല അല്ലേ? അതെ അതെ. എന്തായിരുന്നു സംഭവം? അത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത കാര്യം പറഞ്ഞായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാല് ആളുടെ നിറത്തിന്റെ പേരിൽ ആളെ കളിയാക്കിയിട്ട് മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള ഇതാണ്. അതായത് ആളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന്, ഹസ്ബൻഡായാലും വീട്ടുകാരായാലും കുട്ടിയുടെ നിറത്തിന്റെ പേരിലും പിന്നെ ആൾക്ക് ഭാഷ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ആ ഒരു കാരണത്തിന്റെ പേരിലും ആളെ കളിയാക്കി. അത് ആ കുട്ടിക്ക് താങ്ങാൻ പറ്റിയില്ല, അതിന്റെ പേരിൽ ആൾ ആത്മഹത്യ ചെയ്തു. കാരണം 19 വയസ്സല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് അത് മെന്റലി പ്രിപ്പയർഡ് അല്ലല്ലോ കുട്ടികള്. പിന്നെ പിള്ളേര് ഇങ്ങനത്തെ ചെറിയ വയസ്സിൽ തന്നെ ആൾക്കാര് എന്തെങ്കിലും ഈ പറഞ്ഞ ചെറിയ എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒതുങ്ങി പോകും കൂടുതലും. കാരണം അതിന്റെ പേരിൽ അവർ ചെറുപ്പത്തിൽ തന്നെ കുറെ കളിയാക്കലുകൾ കേട്ടിട്ട് ആ സമൂഹത്തിൽ നിന്ന് അവര് ഒരുപാട് പേര് അങ്ങനെ രീതിയിൽ ഇൻട്രോവേർട്സ് ആയി പോകുന്നുണ്ടാവും. നമ്മൾ ഒരാളെ കളിയാക്കുമ്പോ നമുക്ക് കിട്ടി എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച പിന്നെ ആരും ആരെയും കളിയാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഒരാളെ കളിയാക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷെ ആ കളിയാക്കൽ നമുക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദന പറയാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ കുറെ സൂയിസൈഡ്, ഡിപ്രഷൻ നമ്മൾ കുറെ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ സ്റ്റോറി അധികം കേട്ടില്ല, പക്ഷെ ആ കുട്ടിയുടെ ഏതോ റിലേറ്റീവ് ആവുന്നു പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. എന്താ 19 വയസ്സിൽ ഞാൻ ഈ ഡിവോഴ്സി ആയി പോകുമല്ലോ എന്നുള്ളൊരു പേരിൽ ആ കുട്ടി കൂടുതൽ സൂയിസൈഡ് ചെയ്യാൻ ഉണ്ടായത്. അപ്പൊ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ സൊസൈറ്റി എന്തോ വലിയ തെറ്റാ, നീ എന്തോ ചെയ്ത കാരണം കൊണ്ടാ നീ വേണ്ടാത്ത രീതിയിലേക്കല്ലേ അത് പോകുന്നത്. ആളുടെ പേരിൽ തന്നെ പഠിക്കാനുള്ള ഒരു മനോഭാവമാണ് സൊസൈറ്റിക്കുള്ളത്. കാരണം നമുക്ക് ചെറുപ്പത്തിൽ തന്നെ സ്കൂളുകളിൽ നഴ്സറിയിലാണെങ്കിലും ബ്ലാക്ക് വൈറ്റ് ഗുഡ് അഗ്ലി എന്നുള്ള രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ആ രീതിയിലാണ് നമ്മുടെ ഡെവലപ്മെന്റ്, മൈൻഡ് ഡെവലപ്പായി പോണത് ആയാലും. അപ്പം നമുക്ക് നമ്മുടെ ടെക്നോളജി എത്ര ഡെവലപ്പ് ആയാലും ഇങ്ങനെ മൈൻഡ് സെറ്റ് മാറിയില്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ സ്റ്റോറിയിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യമുണ്ട്. ഈ ഒരു 19 വയസ്സിലാണ് ആള് ഡിവോഴ്സ് ആവുന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയത്. ആ ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ അടുത്തിടയ്ക്ക് ഒരു പ്രമുഖ വ്യക്തി ഒരു നടീനെ കളിയാക്കി എന്ന് പറഞ്ഞ് ഭയങ്കര കേസൊക്കെ ആയിരുന്നു. ശരിക്കും ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയയിൽ തന്നെയാണ് സിനിമ. അതുകൂടെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു നിയമം വന്നേക്കുന്നത്. കാരണം അത് അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ പബ്ലിക് അത് ഏറ്റെടുത്തു. അപ്പൊ കോമൺ മാനും ചിന്തിക്കാൻ തുടങ്ങി, ഇത് നമുക്കും അത് വേണ്ടതല്ലേ, പൊതുസമൂഹത്തിന് അത് വേണ്ടതല്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ ആ കേസിന് ഇപ്പൊ വിധിയായിരുന്നു. പക്ഷെ അതൊരു കളിയാക്കലായിരുന്നില്ല, ആള് അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പൊ നമ്മുടെ സമൂഹം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളനുസരിച്ച് മാറണം എന്നുള്ള രീതിയാണ് എല്ലാ മേഖലയും കാണുന്നത്. അതുകൊണ്ട് ആക്ച്വലി എനിക്ക് ഈ ഒരു ജഡ്ജ്മെന്റ് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് ആക്ച്വലി നല്ലൊരു റിലീഫ് ആയിരിക്കും. ഇനി ഒന്ന് പറയണമെങ്കിൽ ആൾക്കാർ ആലോചിക്കുമല്ലോ. കാരണം ഇങ്ങനെ ഒരു സ്കീം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് തന്നെ അവർക്ക് ഒരു സ്റ്റാൻഡ് പഠിക്കാനായിട്ട് ഇങ്ങനെ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ജഡ്ജ്മെന്റ് ഉള്ളത് കൊണ്ട് അവർക്ക് സ്റ്റാൻഡായിട്ട് കാര്യങ്ങൾ പറയാം, വാലിഡ് ആയിരിക്കും.